ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ആശാ വർക്കർമാർ LDF-നൊപ്പമെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ. SUCIയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം BJP UDF പിന്തുണയോടെയുള്ള സമര നാടകമെന്നും ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU ഭാരവാഹികൾ പറഞ്ഞു. നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി 2008 കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്നത്തെ ആശമാർക്ക് യാതൊരു പ്രതിഫലവും ഉണ്ടായിരുന്നില്ല. VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യമായി ആശമാർക്ക് ഉത്സവബത്ത 500 രൂപയും ഹൊറണേറിയം 300 രൂപയും അനുവദിച്ചു. തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 700 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 8 മാസം കുടിശ്ശികയാക്കിയത് CITU യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ 14 ദിവസത്തെ സമരത്തിനൊടുവിലാണ് അനുവദിച്ചത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ആരോഗ്യ മേഖലയുടെ ഭാഗമായി ആശമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹൊറണേറിയം 1000 രൂപയിൽ നിന്ന് 7000 രൂപയായി വർദ്ധിപ്പിച്ചത്. മൊബൈൽ ചാർജ് ഉൾപ്പെടെ നൽകി പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇൻസെന്റീവുകൾ ലഭ്യമാക്കുന്ന രീതിയിൽ LDF സർക്കാർ ഇടപെടൽ നടത്തി. ഇതുമൂലം ഒരു ആശയ്ക്ക് ഒരു മാസം മിനിമം 10,000 രൂപ മുതൽ ലഭ്യമാക്കുന്നുണ്ട്. ഓണറേറിയം ഉൾപ്പെടെ ഇല്ലില്ല, തൊഴിലാളികളെ അംഗീകരിക്കണമെന്ന് അവരൊരിക്കലും പറയുന്നില്ല. അവർക്ക് ഓണറേറിയം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരണം. ആ നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലല്ലോ, അത് ഒരു മാസം മുമ്പേ എനിക്ക് തോന്നുന്നു ഒരാഴ്ച TV ചാനലുകളെല്ലാം ചർച്ചയായിരുന്നു. അതിന്റെ ആ പ്രകടന പത്രിക ഉൾപ്പെടെ കാട്ടുന്നുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? സ്റ്റീം മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെ വർദ്ധിപ്പിക്കുമെന്നാണ്. അതില് സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം 700 രൂപ മിനിമം കൂലി 700 കിട്ടാത്ത തൊഴിലാളികൾക്ക് മിനിമം കൂലി 700 രൂപ ആക്കുന്ന രീതിയിലേക്ക് ശ്രമിക്കാന്നുള്ളതാണ്. നമ്മളെ തൊഴിൽ മേഖലയെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ആകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തൊഴിലാളികളായി അംഗീകരിച്ചാൽ മാത്രമേ സംസ്ഥാന സർക്കാർ നമ്മളെ മേലെ ഇങ്ങനെ ഉള്ള വർധനവ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. 10ാം ക്ലാസ് പാസ്സാകാത്ത മുഴുവൻ ആശമാരെയും സർക്കാർ ഫീസ് ഈടാക്കാതെ തുല്യത എഴുതിപ്പിച്ച് പാസാക്കി. തുടർന്ന് കമ്പ്യൂട്ടർ സാക്ഷരതയും നൽകി. ഇതെല്ലാം LDF സർക്കാർ ആശമാർക്ക് നൽകിയ കരുതലാണ്. തുടർന്നും ആശമാരുടെ വരുമാനം കാലാനുസൃതമായി മാറ്റം വരുത്തുമെന്ന് LDF പ്രകടന പത്രികയിൽ പറഞ്ഞത് ചിലർ വളച്ചൊടിച്ച് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു. ആശമാരെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ സംസ്ഥാനം അംഗീകരിക്കണം. SUCI ചെറിയ വിഭാഗം ആശമാരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തിയെങ്കിലും ഇപ്പോൾ ആശമാരെല്ലാം അവരുടെ പ്രവർത്തന മേഖലയിൽ സജീവമാണ്. 2009 മുതൽ ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി നിരവധി സമരങ്ങൾ CITUവിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിനു മുന്നിൽ നടത്തിയിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർന്നും ആശാ യൂണിയൻ CITU സമരമുഖത്ത് തന്നെയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആശമാരെ സംരക്ഷിക്കുന്ന LDF സർക്കാരിനെതിരെ കള്ളപ്രചരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിജീവനം എന്ന പേരിൽ നടത്തിവരുന്ന സമര കോലാഹലം തള്ളിക്കളഞ്ഞതുകൊണ്ട് M. സ്വരാജിന്റെ വിജയത്തിനായി LDF-ന് ഒപ്പം ഉണ്ടാകുമെന്നും ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് MP പ്രഭാവതി, ജില്ലാ പ്രസിഡന്റ് KP വിജയ, സെക്രട്ടറി VP ഭവിത, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R. സുജാത, K. രമണി, R. മിനി, ജില്ലാ കമ്മിറ്റി അംഗം UP ജസ്ന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Shreyas Bags is ready to welcome the new academic year with new trending bags, excellent after-sale service and warranty when buying bags. Shreyas Bags, Chungattara, New Bus Stand, Edakara. ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം.